മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം ഈ ഫാമിലി കൗൺസിലിംഗ് പ്രോഗ്രാമിൽ മാതാപിതാക്കൾ മക്കളെ പരിശീലിപ്പിക്കുന്ന രീതിയെക്കുറിച്ച് ചില മാർഗനിർദ്ദേശങ്ങൾ തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ഇന്നത്തെ ഒരു അപകടമായി ഞാൻ കാണുന്നത് അമിതമായ ലാളനയാണ്. കുഞ്ഞുങ്ങളധികമില്ല, ഉള്ളതിനെ ഇങ്ങനെ ലാളിച്ച് വളർത്തുക, കൊടുക്കുന്നതെല്ലാം എന്തെല്ലാം ചോദിച്ചാലും അത് കൊടുക്കുക. അത് അപകടം വരുത്തുന്നതാണെന്ന് അച്ഛന് പറയാനുണ്ട്. പ്രഭാഷകൻ 30:1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ മാതാപിതാക്കളൊന്ന് വായിക്കുന്നത് നല്ലതാണ് എന്നെനിക്ക് അഭിപ്രായമുണ്ട്. മുഴുവനായിട്ടും ഒന്ന് വായിക്കണം എന്ന സമയം കിട്ടുമ്പോൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. അവിടെ കുഞ്ഞുങ്ങളുടെ ശിക്ഷണത്തെക്കുറിച്ച് പറയുകയാണ്. അതിൽ 9ാമത്തെ വാക്യം പറയുകയാണ്, പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നമ്മൾ ശരിയായ പരിശീലനം കൊടുക്കാതിരുന്നാൽ ഭാവിയിൽ അത് മാതാപിതാക്കൾക്ക് അപകടമായി മാറും എന്നുള്ള സൂചനയാണ്. എന്ത് ചോദിച്ചാലും കൊടുക്കും, തിരുത്തലിൻ്റെ പ്രശ്നമില്ല. ഇത് അപകടമാണ്. കൊച്ചു പിണങ്ങിയാലോ എന്നുള്ളൊരു പേടിയാണ്. ഇവിടെ എൻ്റെ പള്ളിയിലൊരു ധ്യാനം നടത്തിയപ്പം മാതാപിതാക്കൾ ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഉച്ചയായപ്പോൾ കൊച്ചിന് എനിക്ക് പോകണമെന്ന് പറഞ്ഞ് വീട്ടിലോട്ട്. അപ്പോൾ ഉടനെ മാതാപിതാക്കളൊന്ന് റിക്വസ്റ്റ് ചെയ്യുക, അച്ഛാ കൊണ്ടുപോട്ടെ, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ അവൻ്റെ താല്പര്യം അനുസരിച്ച് നീങ്ങുകയാണ്. ഈ അപ്പനും അമ്മയോടെ വെയിറ്റ് ചെയ്ത് തന്നെ അവനൊരു പ്രലോഭനമായി വീട്ടിലേക്ക് പോകാനായിട്ട്. ഇന്നത്തെ ഒരു അപകടം തന്നെയാണിത് എന്ന് ഞാൻ പറയുകയാണ്. അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് അമിതമായ കർശനഭാവവും നല്ലതല്ല. വളരെ പട്ടാള ചിട്ടയിൽ കുഞ്ഞുങ്ങളെ വളർത്തും, അത് നന്മയല്ല വരുത്തുന്നത് എന്ന് മനസ്സിലാക്കണം. എന്ത് ചെയ്താലാണ് മാതാപിതാക്കൾ പ്രസാദിക്കുക എന്ന ചിന്ത അപ്പോൾ കുട്ടികളിൽ ധാരാളം ഉണ്ടാകും. ഒരിക്കലൊരു യുവതി പങ്കുവെച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പനെ കാണാൻ പേടിയാണ്, അപ്പനോട് ഭയങ്കര പേടിയാണ്. കാരണം ഈ അപ്പനൊരു ഹെഡ് മാസ്റ്ററായിരുന്നു സ്കൂളിൻ്റെ. അപ്പോൾ ആ കർശനമായ ഭാവങ്ങൾ വീട്ടിലും അദ്ദേഹം എടുക്കും. അത് കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല. ചിലപ്പോൾ സ്കൂളിൽ ഡിസിപ്ലിൻ പാലിക്കുവാൻ അത് ആവശ്യമായിട്ട് വരും. എന്നാലും അതേ രീതിയിലുള്ള ഒരിടപെടൽ കുഞ്ഞുങ്ങളോട് വീട്ടിൽ നല്ലതല്ല. അപ്പം അമിതമായ കർശനഭാവവും നല്ലതല്ല എന്നുള്ളതാണ് അച്ഛന് പറയാനുള്ളത്. മൂന്നാമതൊരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. ഇളയ കുട്ടി ഉണ്ടാകുമ്പോൾ മൂത്ത കുട്ടിക്കുണ്ടാകാവുന്ന വിഷമമാണ്. അത് സാധാരണ പല കുടുംബങ്ങളിലും ഉണ്ടാകുന്നതാണ്. അമ്മച്ചിയുടെ വയറൊക്കെ വലുതായി വരുമ്പോൾ അമ്മച്ചിയുടെ എന്നൊക്കെ പിള്ളേർ ചോദിക്കും, ഒന്നുമില്ല വച്ചേ, ചോറ് കൂടുതലുണ്ടാ എന്ന് പറയും. എന്തെങ്കിലും എക്സ്ക്യൂസ് പറയണ്ടേ, അതുകൊണ്ട് പറയുന്നതാണ്. അങ്ങനെ ചോറ് കൂടുതലുണ്ട്, അമ്മച്ചിയെ കുറച്ച് കഴിയുമ്പോൾ ആശുപത്രി കൊണ്ടുപോകും. തിരിച്ചു വരുമ്പോൾ ഒരു പൊതുക്കെട്ടുമായിട്ട് അവർ. പിന്നെ അമ്മച്ചിയുടെ ശ്രദ്ധ മുഴുവൻ ആ പൊതുക്കെട്ടിലേക്ക്. അപ്പോൾ പിന്നെ ഈ മൂത്തവന് ഭയങ്കര വിഷമമാകും. ഈ സാധനം വന്നേ പിന്നെ എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല അമ്മ. അതിനെന്തെങ്കിലുമൊക്കെ അവൻ പ്രശ്നങ്ങളുണ്ടാക്കി അമ്മയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് പരിശ്രമിക്കും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അസൂയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത് മനസ്സിലാക്കിയിരിക്കുക. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് അമ്മ ഒരുക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്. കൊച്ച് സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് കുഞ്ഞാവ് എന്തിയേ എന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ടാണ് കൊച്ചു വരുന്നത്. അപ്പം ഞാനുടനെ ചോദിച്ചു, എന്നാ കുഞ്ഞുവാവ? അപ്പം വയറ്റിരിക്കുന്ന കുഞ്ഞുവാവയെ പറ്റി വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഈ കുഞ്ഞിനെ ഒരുക്കി അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കുഞ്ഞുവാവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ കുഞ്ഞിനെ ഒരുക്കി പഠിപ്പിച്ചതും ഞാൻ കണ്ടിട്ടുണ്ട്. അത് നല്ലതാണ്. അതുവഴി അവർക്ക് വലിയ സ്നേഹത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ സാധിക്കും എന്നുള്ളതും ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ 3 ചിന്തകൾ നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ കത്താരുടേതാണ് മിനി? അച്ഛാ, ആറാട്ടുവഴിയിൽ നിന്ന് സ്നേഹയുടേതാണ് ഈ കത്ത്. ഞാനൊരു കുടുംബിനിയാണ്. എൻ്റെ ഭർതൃഗ്രഹത്തിൽ എനിക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല. അമ്മായിയമ്മ എന്നോട് ഭയങ്കര വഴക്കാണ്.
എൻ്റെ ഭർത്താവും അമ്മയോട് ചേർന്ന് എന്നെ സ്വസ്ഥമായി ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല. ഭർത്താവിൻ്റെ വീട്ടുകാർ സമ്പന്നരാണ്. അവർക്ക് ബിസിനസ്സാണ്. ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. ആദ്യകാലങ്ങളിൽ എൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റുണ്ടായി. അത് മറ്റൊന്നുമല്ല, ഞാൻ കൂടെ വിദ്യാഭ്യാസമുള്ളവളാണ് എന്ന് പറഞ്ഞ് അവരെ ചൊടിപ്പിച്ചിരുന്നു. അത് തെറ്റായിപ്പോയി എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ആദ്യകാലം മുതൽ ഇഷ്ടക്കേടും വഴക്കുകളും തുടരുകയാണ്. എന്നാൽ ഇതിനിടയിൽ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് ഇപ്പോൾ 6 വയസ്സായി. അതിനുശേഷം എന്നെ ബെഡ്റൂമിൽ കയറ്റിയിട്ടില്ല. അമ്മ എപ്പോഴും വഴക്കാണ്. ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് ചെന്നാൽ ബഹളം വയ്ക്കും. വിറകുണ്ടാക്കി തീ കത്തിച്ചാൽ മതി എന്നാണ് പറയുന്നത്. വീട്ടിലൊരു ജോലിക്കാരിയുണ്ട്. അവളോട് കുറച്ച് വിറക് ശേഖരിച്ച് വയ്ക്കാൻ ഞാൻ പറഞ്ഞെങ്കിലും അമ്മ അവളെ അതിന് സമ്മതിച്ചില്ല. ഞാനിപ്പോൾ കിടക്കുന്ന മുറിയിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. അതുകൊണ്ട് ബെഡ്റൂമിലെ ബാത്റൂമിൽ കയറിയാൽ അമ്മയോ ഭർത്താവോ കണ്ടാൽ പുറത്തുനിന്നും പൂട്ടിയിടും. പലപ്പോഴും എന്നെ ദേഹോപദ്രവം ചെയ്യും. ഇന്നലെ ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ അരികിലൊന്ന് ചെന്നുപോയി. അല്പം വെള്ളം അനത്തിയാൽ മതിയല്ലോ എന്നാണ് കരുതിയത്. അപ്പോൾ തന്നെ അമ്മ എന്നെ കഴുത്തിന് പിടിച്ചു തള്ളി. ആ വീട്ടിൽ ഞാൻ എങ്ങനെ താമസിക്കും? വികാരി അച്ഛനെ വിവരം അറിയിച്ചു. അച്ഛൻ ഒരു കൗൺസിലിങ്ങിന് വിട്ടു. എന്നാൽ പിന്നീട് അദ്ദേഹം അവിടെയും വരില്ല. ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ദയവായി പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും സ്നേഹയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. വിഷമം തോന്നരുത്. കേട്ടിട്ടൊരു വലിയ സിനിമാ കഥ പോലെ തന്നെയാണ് തോന്നുക. കാരണം അതുപോലെ സംഭവബഹുലമാണ് ആ കത്ത്. വലിയ പോരെടുക്കുന്ന ഒരു അമ്മയും മകനും വിദ്യാഭ്യാസമുണ്ട് എന്ന് പറഞ്ഞത് തെറ്റ് തന്നെയാണ്. ഇങ്ങനെ എപ്പോഴും പറഞ്ഞവരെ പ്രകോപിപ്പിച്ചത് തെറ്റ് തന്നെയാണ് എന്ന് ഞാൻ അത് ബോധ്യപ്പെടുന്നതിൽ ഒരു സന്തോഷമുണ്ട്. എന്നാൽ ബെഡ്റൂമിൽ ഒന്നിച്ച് കിടക്കേണ്ടവർ അത് കിടക്കാത്തത് വലിയ തെറ്റായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒന്നിച്ച് കിടക്കേണ്ടവരാണല്ലോ ഭാര്യയും ഭർത്താവും. അപ്പോൾ അത് അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ബാത്റൂമിൽ അങ്ങനെ പൂട്ടിയിടുന്നതൊക്കെ ഒരു വളരെ ക്രൂരമായിട്ട്, എന്താണെങ്കിലും അത് വലിയ ക്രൂരമായിട്ട് തന്നെ മനസ്സിലാവുകയാണ്. ഭാര്യയെ ദേഹോപദ്രവം ചെയ്യുന്നത് അതിലും വലിയ തെറ്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ പ്രശ്നപരിഹാരത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. വികാരിച്ചനോട് പറഞ്ഞു നോക്കി, വികാരിച്ചൊരു കൗൺസിലിങ്ങിന് വിട്ടു, എന്നിട്ടൊരു പ്രശ്നപരിഹാരം നടക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എനിക്ക് സ്നേഹയോട് പറയാനുള്ളത്, സ്നേഹ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഭവം ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. എല്ലാ ബന്ധനവും ആ തിരുരക്തം തകർക്കും. വെളിപാട് പുസ്തകം 12:11 നമുക്കറിയാം, പറയുന്നുണ്ട്, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അവൻ്റെ മേൽ വിജയം നേടി. അവൻ എന്ന് പറഞ്ഞാൽ തിന്മയുടെ മേൽ, സാത്താൻ്റെ മേൽ വിജയം നേടി. തീർച്ചയായിട്ടും ഇവിടെ സാത്താൻ്റെ ഒരു വലിയ ഭരണമാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറാൻ വേണ്ടി വളരെ ആവശ്യമാണ്. നന്നായിട്ടങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് ഒരു ധ്യാനത്തെക്കുറിച്ച് പറയുക. വെറുതെ ഇപ്പോൾ ഓടിച്ചൊന്ന് ധ്യാനത്തിലൊന്നും മിണ്ടണ്ട, കൗൺസിലിങ്ങും മിണ്ടണ്ട. നന്നായിട്ട് സ്നേഹ പ്രാർത്ഥിക്കുക. നന്നായിട്ട് ഒരുങ്ങിയതിന് ശേഷം ഒരു ധ്യാനത്തെക്കുറിച്ച് ഒന്ന് സജസ്റ്റ് ചെയ്യുക. ചുരുക്കം പറഞ്ഞാൽ ഞാൻ പറയുന്നത്, സ്നേഹം കൊണ്ട് ആ മനുഷ്യനെ തോൽപ്പിക്കുക. ഭർത്താവിനെ ഞാൻ ഉദ്ദേശിച്ചത് സ്നേഹം കൊണ്ട് തോൽപ്പിക്കുക. അതാ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, തിന്മയെ നന്മ കൊണ്ട് നേരിടുമെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നേടിയെടുക്കണം. സ്നേഹിച്ച് കൽക്കരിക്കട്ടെ വൈഡൂര്യമാക്കി ദിവ്യനാഥ എന്ന് ഗായകസംഘം പാടാറുണ്ട്. നമ്മളെപ്പറ്റിയാണത്. ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് നമ്മളെയൊക്കെ രൂപാന്തരപ്പെടുത്തിയത്. ഇതുപോലെ സ്നേഹയുടെ സ്നേഹം കൊണ്ട് ഭർത്താവിന് നേടിയെടുക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 17:6 അതിനൊരു ടെക്നിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനങ്ങനെ പറഞ്ഞത് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഈശോ പറയാണ്, അങ്ങെനിക്ക് തന്നവർ. ശിഷ്യന്മാരെ അങ്ങനെയാണ് കണ്ടത്. അങ്ങനെ നമ്മൾ കാണുക, ദൈവം എനിക്ക് തന്നയാളാണ് ഈ ഭർത്താവ്, ഈ കുടുംബം. ആ കുടുംബത്തെ സ്നേഹത്തിൽ നേടിയെടുക്കുവാൻ
ഒരു തീരുമാനമെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതേക്കുറിച്ച് മിനി എന്ത് പറയുന്നു? സ്നേഹയുടെ ജീവിതം ഒരു വളരെ ദുരിതപൂർണമായ ഒരു ജീവിതത്തെ നമുക്ക് കത്ത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയ വിഷമം അനുഭവപ്പെടുകയാണ്. തീർച്ചയായും സ്വന്തം ഭാര്യയെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് തമ്പുരാൻ അവിടെ കൃപ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതൊന്നും കിട്ടുന്നില്ല. എനിക്ക് സുരക്ഷിതത്വം ലഭിക്കേണ്ട ഭവനത്തിൽ എനിക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ആ ദുരന്തമാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആ ഭർത്താവിൻ്റെ അമ്മയെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഇത് നിരന്തരം പ്രാർത്ഥിക്കുക. അവിടെ എല്ലാ വിടുതലും വിട്ടുമാറുവാനും സ്വസ്ഥമായി ജീവിക്കുവാനും ദൈവം അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതിനുശേഷം നമുക്ക് പയ്യെ ഒരു ദമ്പതി ധ്യാനം കൂടിയാൽ ഈ മകൾക്കുള്ള കുറേ ഞാനെന്ന ഭാവമൊക്കെ ഈ സ്നേഹിക്കുണ്ടായിരുന്നു. എനിക്ക് വിദ്യാഭ്യാസം ഉള്ളവളാണ് എന്നൊക്കെ അവരെ പറഞ്ഞിരുന്നു. എങ്കിലും അതെല്ലാം എന്തിനുള്ള തെറ്റും ഞാൻ തിരുത്തേണ്ട മേഖലയും എല്ലാം ആ ദമ്പതി ധ്യാനത്തിൽ നിന്നും ആ ആൾക്ക് മനസ്സിലാക്കി കിട്ടും. ആ കുടുംബത്തിൽ നന്മ കൈവരും എന്നാണ് എൻ്റെ അഭിപ്രായം. അമ്മ മകളെ, എൻ്റെ സ്വന്തം മകളെ പോലെ തന്നെ ആ മകളെ കണ്ട് സ്നേഹിക്കേണ്ടതായിരുന്നു. പറ്റിയില്ല. എന്നെ സ്നേഹിക്കുന്ന ഒരു മകനെ പോലെ തന്നെ എന്നെ സ്നേഹിക്കാൻ ഒരു മകളെ കൂടെ കിട്ടിയിരിക്കുന്നു എന്ന ഭാവത്തിലായിരുന്നെങ്കിൽ ആ കുടുംബ സ്വർഗമായേനെ. അത് പറ്റിയില്ല. അതുകൊണ്ട് പ്രാർത്ഥനയാണ് ഇതിലെ ഏറ്റവും വലിയ മാർഗം. പിന്നെ തന്നെ എളിമപ്പെടുത്തുക, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുക, ഭർത്താവിനെ അമ്മയെ സമർപ്പിച്ച്. പിന്നീട് ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ശക്തമായ പ്രാർത്ഥന ഇവിടെ ആവശ്യമാണ്. കാരണം ഈ ദയനീയ സാഹചര്യത്തിൽ പരീക്ഷ എടുക്കുവാൻ പ്രാർത്ഥിക്കുക മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുശേഷം ദമ്പതി ധ്യാനം കുറച്ചുകൂടെ ഫലപ്രദമാകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ജെയിംസ് എന്ന് പറയുന്നു. എൻ്റെ അഭിപ്രായം സ്നേഹയുടെ അവസ്ഥ, സ്നേഹ ആരാണ് എന്നുള്ള ബോധ്യം സ്നേഹയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്നേഹയുടെ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു പൂർണ്ണത. സ്നേഹിക്കാൻ വേണ്ടിയാണ് സ്നേഹ ഭവനത്തിലേക്ക് വന്നത്. അത് സ്നേഹം മനസ്സിലാക്കണം. ഉൽപ്പത്തിയിലെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവന് ചേർന്ന ഇണയെ അവന് ഞാൻ നൽകും. അങ്ങനെയാണ് കൂദാശ എന്ന മഹനീയമായ ശുശ്രൂഷയിലൂടെ സഭയിലൂടെ കർത്താവ് അവന് അവൾക്ക് നൽകിയതാണ് തൻ്റെ ജീവിത പങ്കാളി. അപ്പോൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന് തെറ്റ് പറ്റിയിട്ടില്ല എന്ന ബോധ്യത്തിലേക്ക് വരണം. ഈ ബോധ്യമാണ് ഉണ്ടാവേണ്ടത്. എൻ്റെ തമ്പുരാൻ്റെ തെറ്റ് പറ്റിയിട്ടില്ല. തെറ്റെവിടെയാണ് അത് ഞാൻ കണ്ടെത്തുക. ഒരുപക്ഷേ എന്നിലെ മനോഭാവത്തിൽ മാറ്റമുണ്ടാവേണ്ടതാകാം. അതല്ലായെങ്കിൽ എനിക്ക് പ്രാർത്ഥനയുടെ ഒത്തിരി കുറവുണ്ടെന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഈ കത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മകള് പിതാവിന് അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിച്ചാൽ നേടിയെടുക്കാൻ സാധിക്കാത്തതായിട്ട് എന്താ ഉള്ളത്? പ്രാർത്ഥിക്കുക എന്നാൽ പ്രാപിക്കുക എന്നാണ് അർത്ഥം. പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് കർത്താവിനോട് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ നിരാശരാകാതെ ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഇതിന് ഫലമുണ്ട്. ആ സന്തോഷത്തിലേക്ക് എത്രയും പെട്ടെന്ന് ഈ മകൾ ഓടി അടുക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളും തുടർന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഫലം നൽകുമെന്ന് പ്രത്യാശിക്കുന്നു. പക്ഷെ അത് സ്നേഹയുടെ പേരിലുള്ള സ്നേഹമെന്ന് ജെയിംസ് സൂചിപ്പിച്ചു. സ്നേഹ ഒത്തിരി സ്നേഹിക്കാൻ പരിശ്രമിച്ചു, പക്ഷേ അത് സാധിക്കുന്നില്ല. കാരണം ഇവർ ഒരു ശത്രുതാ മനോഭാവം പോലെ തന്നെയാണ്. ഇപ്പം ബാത്റൂമിൻ്റെ അകത്തൊക്കെ പൂട്ടിയിടുക എന്നൊക്കെ പറയുന്നത് വളരെയേറെ പെയിൻഫുൾ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പം ഒട്ടും കിട്ടാതെ എങ്ങനെ കൊടുക്കും എന്നുള്ളൊരു പ്രശ്നം ഉണ്ട് സ്നേഹയുടെ ഭാഗത്ത്. എങ്കിലും ഞാൻ പറയും, കർത്താവ് തരുന്ന സ്നേഹം വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഭർത്താവിൽ നിന്നോ അമ്മയിൽ നിന്നോ ഒന്നും കിട്ടിയില്ലെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിന് അല്പമെങ്കിലും കടം വീട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇതാണ്. ഇങ്ങോട്ട് സ്നേഹം തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ദൈവത്തോടുള്ള ഒരല്പം കടം വീട്ടുകയാണ്. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ കൂടുതൽ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും പരിശ്രമിക്കണം എന്നുള്ളതാണ് ജെയിംസിൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും സ്നേഹയെ ഞങ്ങൾ പ്രാർത്ഥന നേരുകയാണ്. സ്നേഹപ്രാർത്ഥനയിലൂടെയും സ്നേഹത്തിലൂടെയും ആ കുടുംബത്തെ നേടിയെടുക്കാൻ പരിശ്രമിക്കണം എന്ന് വളരെ സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. നമുക്ക് രണ്ടാമത്തെ കത്തിലേക്ക് കിടക്കാം അല്ലേ? കുറുപ്പന്തറയിൽ നിന്ന് ടോമിനാണ് ഈ കത്തെഴുതുന്നത്. ഞാൻ വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. എൻ്റെ ഭാര്യ ഞാൻ ഏതെങ്കിലും സ്ത്രീകളുമായി സംസാരിച്ചാൽ അവരോട് എനിക്ക് വലിയ തെറ്റായ ബന്ധമാണെന്ന് പറഞ്ഞ് വഴക്കിടും. അവളുടെ ഭാവനയിൽ കഥകൾ മെനഞ്ഞെടുക്കും. എനിക്കൊരു സ്വസ്ഥതയും തരുന്നില്ല.
ഇതിനെക്കുറിച്ച് പറഞ്ഞ് അമ്മയോടും വഴക്കുണ്ടാക്കാറുണ്ട്. അമ്മ അല്പം വയ്യാതെ കിടക്കുകയാണ്. എന്തെങ്കിലും വഴക്കുണ്ടായാൽ പിന്നെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കില്ല. അരിശം വന്നാൽ അവൾ അമ്മയെ പോലും ചീത്ത വിളിക്കും. ഇത് സംശയരോഗമാണോ? പരിഹാരത്തിനായി ഞാൻ എന്തു ചെയ്യണം? ശാലോം ടിവിയിലൂടെ മറുപടി നൽകണമേ. കാരണം എന്നെപ്പോലെ ഒത്തിരി ഭർത്താക്കന്മാർ വിഷമിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ദയവായി എനിക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമേ. ടോമിൻ്റെ സാഹചര്യം മനസ്സിലാക്കുന്നു. ടോമിന് കത്തെഴുതിയതിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം പ്രാഥമികമായിട്ട് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് സംശയം തന്നെയാണ്. അതിനകത്ത് ബുദ്ധിമുട്ട് അത് സംശയിക്കേണ്ട ആവശ്യമില്ല. സംശയം ഉണ്ടായാൽ ചെറുക്ക് വിഷ്വൽ ഹലൂസിനേഷൻ ഉണ്ടാകും. ഇവിടെ അത് ഉണ്ട്. കാരണം അത്ര കഥകൾ മെനഞ്ഞെടുക്കുകയാണ്. അങ്ങനെയുള്ള കേസുകൾ എനിക്ക് കൗൺസിലിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഒരു ഭർത്താവ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, അച്ഛനെന്നെ ഈ പറയുന്നത് ഞാൻ കണ്ടതല്ലേ, എൻ്റെ മുറിയിൽ തെറ്റായിട്ട് ഇടപെടുന്ന കണ്ടതല്ലേ, പിന്നെ അച്ഛനാണോ പറയുന്നത് എന്ന് വഴക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനോർത്ത് സംഭവിച്ചതാണോ അന്വേഷിച്ച് പിടിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷേ ഇത് വിഷ്വൽ ഹലൂസിനേഷനാണ്. ഇങ്ങനെയുള്ളവർക്ക് നേരിട്ട് കാണുന്ന പോലെയൊക്കെ തോന്നും. അത് ഉണ്ടാവാം, അതായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് പ്രാഥമികമായിട്ട് തോന്നുകയാണ്. പിന്നെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ഞാൻ പറയുന്നത് ഇത് സംശയരോഗമാണോ അല്ലയോ എന്നുള്ള നിഗമനത്തിലേക്ക് ടോമിനിപ്പോൾ പോകണ്ട. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. എത്രയും വേഗം ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിനെ ഇവർ പോകട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. കൗൺസിലിങ്ങിലൂടെ വാസ്തവത്തിൽ ഈ സംശയങ്ങൾ ഏത് തരത്തിലുള്ളതാണെന്ന് അവർ വിലയിരുത്തിക്കോളും. കൗൺസിലർക്ക് അത് എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ വിലയിരുത്തുന്ന നിർദ്ദേശങ്ങൾ നൽകും. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സംശയം തന്നെ പലതരത്തിലുണ്ട്. ചിലർ സംശയിക്കുന്നത് സ്നേഹം കിട്ടാനുള്ള ഒരു സൂത്രമായിട്ടാണ്. ചില ഭാര്യമാർ അവർക്ക് ഭർത്താവിന് സംശയമൊന്നുമില്ല, അല്ലേലും നിങ്ങൾക്ക് എന്നോടല്ലേ ഒന്നും പറയാനില്ല, അത് വഴി കാണുന്നവരോടൊക്കെ പറയാനുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ തന്നോട് പറയാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കായിട്ട് അങ്ങനെ സംശയിക്കുന്നവരുണ്ട് എന്നുള്ളത് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന് ഡിഫെൻസീവ് മെക്കാനിസമാണ്. കള്ളി വെളിച്ചത്താകും എന്ന് അത് വെളിച്ചമായിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ നമ്മൾ മറുകണ്ഠം ചാടുക എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചില കുറവുകളൊക്കെ ഉണ്ട്, അത് പുറത്താകാതിരിക്കാൻ നേരത്തെ തന്നെ പങ്കാളിയുടെ കുറവുകളൊക്കെ കുറ്റപ്പെടുത്തിയൊക്കെ വെക്കുക. ഒരു മുൻകരുതൽ. അങ്ങനെയുള്ള സംശയങ്ങളുണ്ടാവാം. മറ്റൊന്ന് റിഫ്ലക്ഷനാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. ഞാൻ തെറ്റായിട്ട് ഇടപെട്ടുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും ഭാര്യ അങ്ങനെ തന്നെയായിരിക്കും. ഈ ലോകത്തെ എല്ലാ സ്ത്രീകളും ഇങ്ങനെയാന്നേ, ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല. അത് റിഫ്ലക്ഷനാണ്. എനിക്കുള്ള കുറവ് മറ്റുള്ളവർക്കുണ്ടെന്നുള്ള ചിന്തയാണ്. പൊസസീവ് ലവുമായിട്ട് വരാം. പൊസസീവ് എൻ്റേത് മാത്രമായിരിക്കണം എൻ്റെ ഭാര്യ, വേറെ ആരോട് സംസാരിക്കണം, ഇങ്ങനെയുള്ള ചിന്തയും വരാം. അതിലൂടെ സംശയമുണ്ടാകാം. അത് രോഗമായിട്ടും വരാം. പാരനോയിക് ഡിസീസ് എന്നാണല്ലോ നമ്മളതിന് പറയുക. ഇങ്ങനെയും വരാം. അതുപോലെ ടെലപ്പതി. സ്ത്രീകൾക്ക് ഇച്ചിരി ടെലപ്പതി കൂടുതലുണ്ട്. അവരെ സ്നേഹിക്കുന്ന ആളുകളെക്കുറിച്ച് പെട്ടെന്ന് ചിലപ്പം ഒരു ഇൻറ്റ്യൂറ്റീവ് നോളജ് എന്നാണ് അത് പറയുക. അപ്പോൾ അതും കൊണ്ടും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും എൻ്റെ അഭിപ്രായം ഇതെല്ലാം പഠിച്ച് കൗൺസിലർ നിർദ്ദേശങ്ങൾ തരും എന്നുള്ളതാണ്. യോഹന്നാൻ 14:1 പറയുന്നത് പോലെ വിശ്വസിക്കുക, അതാണ് മാർഗം. ടോമിനിവിടെ വിശ്വസിക്കുക, ഇത് പരിഹൃതമാകുമെന്ന്. ഒരുപക്ഷെ ഭാര്യ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവളുടെയും പ്രശ്നം വിശ്വാസത്തിലേക്ക് അധിഷ്ഠിതമാകണം എന്ന് പറയാൻ അച്ഛൻ ആഗ്രഹിക്കുകയാണ്. ദൈവം തന്ന ജീവിത പങ്കാളിയെ അപ്പാടെ സ്വീകരിച്ച് സ്നേഹിച്ച് പ്രാർത്ഥനാപൂർവ്വം പ്രശ്നപരിഹാരം നേടണം. ടോമിനോടും ഞാൻ ആവർത്തിക്കുകയാണ്. യോഹന്നാൻ 17:6 ഈശോ പറഞ്ഞതുപോലെ ദൈവം എനിക്ക് തന്നതാണ് ഇവളെ. അവൾക്ക് കുറവുകൾ കാണും, കുറ്റങ്ങൾ കാണും, എന്നാലും അങ്ങനെ തന്നെ സ്വീകരിച്ച് ആ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ പ്രാർത്ഥനാപൂർവ്വം പരിഹാരത്തിനായിട്ട് സമർപ്പിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ജെയിംസ് എന്നാണ് ഇതേപ്പറ്റി പറയുക. സഹോദരൻ ടോമിൻ, ഇതുപോലെ ഒട്ടനവധി ആൾക്കാരുടെ പ്രശ്നങ്ങൾക്കൊരു മറുപടി കിട്ടാത്തക്ക രീതിയിലാണ് ഈ എഴുത്തെഴുതിയിരിക്കുന്നത്. ഒത്തിരി പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സമൂഹത്തിലുണ്ട്.
പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളുടെ മീഡിയകളുടെ ദുഷ്ടസ്വാധീനം മിക്കവാറുമുള്ള സീരിയലുകളും കഥകളും എല്ലാം ഇപ്രകാരമുള്ള ഈ അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ വായനകൾ, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഭാവന, ഈ വായനയിൽ നിന്നും ഈ മീഡിയകളുടെ സ്വാധീനത്തിൽ നിന്നൊക്കെ ഒരുപക്ഷേ എൻ്റെ ഭർത്താവും അങ്ങനെ ആയിരിക്കാം, എൻ്റെ ജീവിതത്തിൽ ഇത് തന്നെയാണല്ലോ എന്നെ ഫോളോ ചെയ്യുന്നുള്ള ചിന്ത അവരുടെ മനസ്സിലേക്ക് കടന്നു നിന്ന് അവളൊരു പ്രത്യേക മാനസിക അവസ്ഥയിലേക്ക് ആയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞതും സ്വീകാര്യമായ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, അവളുടെ അവസ്ഥ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ യോഹന്നാൻ 3:16 പറയുന്നത് ടോമിൻ കർത്താവിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ തന്നെ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതിരിക്കുവാൻ തൻ്റെ ഏകജാതനെ തന്നെ നൽകി ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുക. കർത്താവിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ കർത്താവിനോടുകൂടെ പറയുക, എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് സഹായിക്കുക. അതാ പ്രാർത്ഥനയുടെ നിർമ്മലമായൊരു വശം. കർത്താവ്, ഞാൻ നിസ്സഹായ അവസ്ഥയിലാണ്, ഭാര്യയെ ഉപദേശിക്കാൻ പറ്റിയ സാഹചര്യമല്ല, അവളിങ്ങനെ അവസ്ഥയിലാണ്. കർത്താവ് തീർച്ചയായിട്ടും സഹായിക്കും ദൈവത്തെ. അതുപോലെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്ന ചില സാഹചര്യം ഉണ്ടാവാമല്ലോ, കഴിവെങ്കിൽ ഒന്ന് ഒഴിവായി നിൽക്കുക. അവളെ ചൊടിപ്പിക്കത്തക്ക രീതിയിൽ ആ രീതിയിൽ ഇടപെടാതിരിക്കുക. കഴിവെങ്കിൽ ഒരു വിവേകപൂർവ്വം അവൾക്ക് ഇഷ്ടമില്ല, അവൾക്ക് സംശയം തോന്നിയേക്കാം, അല്പം ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലതാണ് കുറേ പ്രശ്നങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ധ്യാനം അതുപോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് മകളെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും ധ്യാനത്തിന് പോയാൽ ധ്യാനത്തിൽ തീർച്ചയായിട്ടും സഹായം ലഭിക്കും. പ്രാർത്ഥിക്കുന്ന ധാരാളം മക്കൾ ഒരുമിച്ചിരുന്ന് കൗൺസിലിങ്ങും അതുപോലെ ശുശ്രൂഷകളും നടത്തുമ്പോൾ അതിൻ്റെ ഫലപ്രദമായ നന്മ മകൾക്ക് ലഭിക്കുന്നതായിട്ട് ഇതുപോലെയുള്ള ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. ഒത്തിരി പേര് ഈ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് വന്നതായിട്ട് അറിയാം. അതുകൊണ്ട് സഹോദരന് നൽകുവാനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു എളിയ അഭിപ്രായം, പ്രത്യാശ കൈവിടാതിരിക്കുക. പ്രത്യാശിക്കാം എന്ന് പറഞ്ഞാൽ കർത്താവിലാണ് പ്രത്യാശ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറുപടി ഉണ്ട്, തീർച്ചയായിട്ടും കർത്താവിനെ ഉപേക്ഷിക്കുകയില്ല. അത് എത്രയും വേഗം സമാഗതമാകണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നൽകിയ സ്നേഹം, പ്രത്യേകിച്ച് തോബിയാസിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ തോബിയാസ് തൻ്റെ ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്ന നിർമ്മലമായ സ്നേഹത്തോടെയാണ് പിതാവേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. നിർമ്മലമായ സ്നേഹത്തോടു കൂടി അവളെ സ്നേഹിക്കുക. അവളിൽ നിന്ന് എന്ത് പ്രതിഫലം ലഭിക്കുമെന്നോ അവളിൽ നിന്ന് എന്തായിരിക്കും പ്രൊഫഷൻ എന്ന് മനസ്സിലായത് കർത്താവിനെ ആശ്രയിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ 100% ഫലമുണ്ടെന്ന് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നും എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് ബോധ്യമുണ്ട്. ടോമിൻ അതിനെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം പ്രധാനമായിട്ടും ഞാൻ സൂചിപ്പിച്ചത് പ്രാർത്ഥനയിൽ ആശ്രയിച്ച് പ്രശ്നപരിഹാരത്തിനായിട്ട് പോകണമെന്നുള്ളതാണ്. മിനി എന്ത് പറയുന്നു? ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം ഭർത്താവ് തന്നെയാണ് ഭാര്യയെ നേടിയെടുക്കാനുള്ളത്. ഭാര്യ ഇപ്പം എല്ലാവരും സംശയ രീതിയിലായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് ഭർത്താവിനെ. അപ്പം ഭർത്താവ് വളരെ അസ്വസ്ഥനാണ്. അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലെന്നൊക്കെ എടുത്തു കാണിക്കുന്നൊരു പറച്ചില്ല. അപ്പോൾ വളരെ ഒരു വേദന കാണുമ്പോൾ അങ്ങനെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. പക്ഷേ ഈ ഭർത്താവിനോടുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും പക്ഷെ അമ്മയോട് ഇത് കാണിക്കുന്നത്. പക്ഷെ അമ്മയോടുള്ള വൈരാഗ്യം ആയിരിക്കുകയല്ല. ഭർത്താവ് എന്നെ ശ്രദ്ധിക്കണം, ഇങ്ങനെ അമ്മയെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എന്നെ ഭർത്താവ് കുറച്ചുകൂടെ എന്നോട് സ്നേഹം കാണിക്കും, ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കും എന്നൊക്കെ ഒരു ടെക്നിക്ക് ചിലപ്പോൾ മനസ്സിൽ തോന്നും. അപ്പം അത് അമ്മേനെ ഇതാക്കിയാൽ എനിക്ക് കൂടുതൽ അത് നേട്ടമാകും എന്ന് ഒന്ന് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും ഈ മകള്. അതുകൊണ്ട് മിനിയുടെ അഭിപ്രായം കൂടുതലായിട്ട് സ്നേഹം കൊടുത്ത് മകളെ നേടിയെടുക്കണം. നേടിയെടുത്ത് അവളെ എനിക്ക് ചേർന്ന ഇണയെ തന്നെ ദൈവം തന്നിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ കൂടെ നിൽക്കണം. നേടുക, പ്രാർത്ഥനയിലൂടെ പരിശ്രമിക്കുക എന്നാണ്. ടോമിനെ മനസ്സിലാക്കുന്നു. ടോമിന് ഈ ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. പ്രാർത്ഥനാപൂർവ്വം പരിശ്രമിക്കുകയും ഒരു കൗൺസിലിങ് പോവുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ലവനും സ്നേഹനിധിയുമായ പുണ്യതമ്പുരാനെ, ഇന്ന് അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങൾ ഈ സ്നേഹയുടെയും ടോമിൻ്റെയും കുടുംബങ്ങളെ സമർപ്പിക്കുകയാണ്. സ്നേഹയുടെ ജീവിതം കൂടുതൽ സന്തോഷപ്രദമായി സമാധാനപ്രദമായി തീരുവാൻ ദൈവമേ ആ കുടുംബത്തിലങ്ങ് ഇടപെടണമേ. അങ്ങയുടെ സ്നേഹം അവിടെ നിറയ്ക്കണമേ. ടോമിൻ്റെ ബുദ്ധിമുട്ടുകൾ അങ്ങ് അറിയുന്നല്ലോ തമ്പുരാനെ, അവിടെ രൂപാന്തരം സംഭവിക്കട്ടെ. ആ ഭാര്യയെയും അതുപോലെ അമ്മച്ചിയും ഒക്കെ അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കൃപയാൽ ആ കുടുംബങ്ങളെ രക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക്
കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673528. ഇമെയിൽ info@shalomtelevision.com